കാണുന്ന പോലെ അല്ല കേട്ടോ, ഇത് ഒരാൾ പൊക്കത്തിലുള്ള ചേമ്പാണ്. ഇതിനിവിടെ കൊണ്ട് പ്രതിഷ്ഠിക്കാനായിട്ട് ഞങ്ങൾ കുറച്ച് പണിപ്പെട്ടായിരുന്നു. ബർത്ത്ഡേയുടെ അന്ന് പള്ളിയിൽ പോയിട്ട് തിരിച്ചു വന്നത് പതിവില്ലാതെ പാറമട കൂടിയാണ്. അപ്പോൾ എന്നെ കണ്ണിൽ പെട്ടതാണ് കേട്ടോ ഈ ചേമ്പിന്റെ ചെടി. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു വ്ളോഗിൽ ഇതെങ്ങനെങ്കിലും നമ്മുടെ ഗാർഡനിൽ എത്തിക്കണം എന്ന്. അത് ചേച്ചിയോട് ഷെയർ ചെയ്തപ്പോൾ ചേച്ചി പറഞ്ഞു ഉറപ്പായിട്ട് ഞങ്ങൾ ഇതിനെ ഹെൽപ്പ് ചെയ്യാം, നാട്ടിലെത്തട്ടെ എന്ന് പറഞ്ഞു. പറഞ്ഞ വാക്ക് നല്ല അടിപൊളിയായിട്ട് രണ്ടുപേരും പാലിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ രാവിലെ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഈ ചേമ്പിന്റെ കാര്യം ഞാൻ എടുത്തിട്ടത്. എന്നാൽ പിന്നെ പോവാന്ന് പറഞ്ഞ് ഞങ്ങൾ വേഗം കാറെടുത്ത് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഒറ്റയ്ക്ക് വല്ലതും ആയിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ ആലോചിക്കാൻ വയ്യട്ടോ. ഇതിപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നോണ്ട് നമുക്ക് കുറച്ച് പണി കുറവായിരുന്നു. പാവം ചേട്ടനാണ് കഷ്ടപ്പെട്ട് ഇത് മൊത്തം ഇങ്ങനെ കുത്തിപ്പറിച്ചൊക്കെ എടുത്തത്. 2 കട കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം നല്ല ഭംഗിയായിട്ടുള്ളതും ഒരെണ്ണം കുറച്ച് ചെറുതായിരുന്നു. ഇത് പറിച്ചെടുക്കാന്നുള്ളൊരു വലിയ പണി കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് ഇത് വണ്ടിയിൽ കയറ്റി കൊണ്ടുവരാന്നുള്ളതായിരുന്നു. പിന്നെ നമ്മുടെ ഓൾട്ടോയില് എന്തും പോവുമല്ലോ. പാറമടയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് തൊട്ടടുത്തായതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തിയിട്ടോ. പിന്നെ നമ്മൾ സമയമൊന്നും പഴയാക്കിയില്ല, വേഗം നട്ടു കൊടുത്തു. കാരണം ഇതെങ്ങാനും ഇനി വാടിപ്പോയിട്ട് പിടിച്ചില്ലെങ്കിലോ എന്നോർത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ സംഭവമൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇനി ഇത് പിടിക്കാന്നുള്ളത് ഇതിന്റെ മാത്രം ഉത്തരവാദിത്തമാണ്. ഇത് വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ അമ്മ ചോദിച്ചത് ഈ കാട്ടുചേമ്പിനാണോ നിങ്ങൾ ഇത്രയും റിസ്ക് എടുക്കണേന്നാണ്. ആക്ച്വലി ഇത് കാട്ടുചേമ്പല്ല, ശരിക്കും ഇത് അലോക്കേഷ്യ വെറൈറ്റി ആണ്. ഇത്ര വലിയ പ്ലാന്റ് ഒക്കെ നഴ്സറി പോയി വാങ്ങണമെങ്കിൽ കുറച്ച് പൈസയൊക്കെ മുടക്കേണ്ടി വരും കേട്ടോ. എന്തായാലും കാത്തിരുന്നത് എൻ്റെ ഗാർഡനിൽ എത്തിയപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പി ആയിട്ടോ.